ആകാശവാണി. നമസ്കാരം. വേനൽ അവധിയും കുട്ടികളും എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു അധ്യയന വർഷത്തെ പഠനഭാരം ഇറക്കിവെച്ച് കുഞ്ഞു മനസ്സുകൾക്ക് ഇനി ഉല്ലാസത്തിന്റെ ദിനങ്ങളാണ്. സംസ്ഥാനത്തെ സ്കൂളുകൾ വേനലവധിക്കായി അടച്ചതോടെ കളികളും ഉല്ലാസയാത്രകളും അവധിക്കാല ക്യാമ്പുകളുമൊക്കെയായി ഇനി 2 മാസം കുട്ടികൾക്ക് ഉത്സവകാലമാണ്. പഠനത്തിന്റെ തിരക്കുകൾ മാറ്റിവെച്ച് സ്വതസിദ്ധമായ കഴിവുകൾ പരിപോഷിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് ഓരോ അവധിക്കാലവും. പഠിക്കാനുള്ള മിടുക്ക് മാത്രമല്ല, പാട്ട്, വര, നീന്തൽ, അഭിനയം, പാചകം, പ്രസംഗം, നൃത്തം തുടങ്ങി കുട്ടികളിലെ വ്യത്യസ്തമായ ഒട്ടേറെ സർഗവാസനകളെ തിരിച്ചറിയാനും വളർത്താനുമായി പ്രാദേശിക ലൈബ്രറികളും വിവിധ സംഘടനകളും സജീവമായി തന്നെ രംഗത്തുണ്ട്. ഈ ക്യാമ്പുകൾ കായികം, കല, സാഹിത്യം, വ്യക്തിത്വ വികസനം എന്നിങ്ങനെ സർവതല സ്പർശിയായ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പാഠപുസ്തകങ്ങൾക്കപ്പുറത്തുള്ള ലോകത്തെ അടുത്തറിയാൻ ഇത്തരം കൂട്ടായ്മകൾ കുട്ടികളെ ഏറെ സഹായിക്കുന്നു. അവധിക്കാലം ആഘോഷമാക്കുമ്പോഴും കടുത്ത വേനൽ വലിയൊരു വെല്ലുവിളിയായി മുന്നിലുണ്ട്. ചൂടിന്റെ കാഠിന്യം ഏറി വരുന്നത് പുറത്തിറങ്ങി കളിക്കുന്നതിന് തടസ്സമാണെങ്കിലും അതിനുള്ള ബദൽ മാർഗങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഉച്ചസമയത്തെ കടുത്ത വെയിൽ ഒഴിവാക്കി അതിരാവിലെയും വൈകുന്നേരവും കുട്ടികളുടെ കളിസമയം ക്രമീകരിക്കുന്നത് ഉചിതമായിരിക്കും. നിർജ്ജലീകരണം ഒഴിവാക്കാൻ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ടെന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തണം. പുറത്തെ കളികൾക്ക് നിയന്ത്രണമുള്ള സമയങ്ങളിൽ ഇൻഡോർ ഗെയിമുകളിലും വായനയിലും കുട്ടികളെ വ്യാപൃതരാക്കാം. ഇത് ശാരീരികമായ തളർച്ച കുറയ്ക്കുന്നതിനൊപ്പം കുട്ടികൾക്ക് മാനസികമായ ഉന്മേഷം നൽകും. അവധിക്കാലം വായനയ്ക്കുള്ള സമയം കൂടിയാണ്. ഈ ഇടവേളയിൽ അടുത്തുള്ള പൊതുജന ഗ്രന്ഥശാലകൾ സന്ദർശിക്കാനും അംഗത്വമെടുക്കാനും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാം. കഥകളിലൂടെയും കവിതകളിലൂടെയും പുതിയൊരു ലോകം അവർക്ക് മുന്നിൽ തുറക്കുന്നതിനും അവധിക്കാലം ഫലപ്രദമായി വിനിയോഗിക്കാനും രക്ഷിതാക്കൾ ശ്രമിക്കേണ്ടതുണ്ട്. ഇത് അവരുടെ ഭാഷാശുദ്ധിയും ഭാവനയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. തിരക്കേറിയ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ രക്ഷിതാക്കൾക്ക് മക്കളുമായി ഒത്തുചേരാനുള്ള മികച്ച അവസരം കൂടിയാണിത്. ചില യാത്രകൾ നടത്തുന്നതും സമയം ചെലവഴിക്കുന്നതും കുട്ടികളിൽ കുടുംബ ബന്ധങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കും. കൃഷിയിലും പാചകത്തിലും കുട്ടികളെ പങ്കാളികളാക്കുന്നത് അവരിൽ ഉത്തരവാദിത്വബോധം വളർത്തും. സ്വയം പര്യാപ്തതയുടെ പാഠങ്ങൾ അവരിൽ നാമ്പിടാനും പാചകവിദ്യ ഉൾപ്പെടെയുള്ള വീട്ടുജോലികളിൽ കുട്ടികളെ പങ്കാളികളാക്കുന്നതിലൂടെ സാധിക്കും. കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളുടെയോ മുതിർന്നവരുടെയോ സാമീപ്യം ഏറെ ആവശ്യമുള്ളൊരു സമയമാണ് അവധിക്കാലം. ഈസ്റ്റർ, വിഷു തുടങ്ങിയ ആഘോഷവേളകളുടെ സമയം കൂടി ആയതിനാൽ അവധിക്കാലത്തിന്റെ പൊലിമയേറും. ഉത്സവകാലത്ത് പൂർവിക വീടുകൾ സന്ദർശിക്കാനും സാംസ്കാരിക മൂല്യങ്ങൾ കൈമാറാനും കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനുമുള്ള അവസരം കൂടിയാണിത്. ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ബാല്യകാല സ്മരണകൾ നൽകാൻ അവധിക്കാലങ്ങൾക്ക് കഴിയുന്നു. അവധിക്കാലത്ത് ചെയ്യേണ്ട കാര്യങ്ങളുടെയും കളിക്കേണ്ട കളികളുടെയും പോകേണ്ട സ്ഥലങ്ങളുടെയും ഒക്കെ പട്ടിക നേരത്തെ തന്നെ തയ്യാറാക്കി വയ്ക്കുന്നവരാണ് മിക്ക കുട്ടികളും. അത്തരത്തിൽ തന്റെ അവധിക്കാല പദ്ധതികളെക്കുറിച്ച് 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ അമാൻ ആകാശവാണി വാർത്തകളോട്. എന്റെ അവധിക്കാലം ഞാൻ പുസ്തകങ്ങൾ വായിക്കുകയും യാത്രകൾ പോവുകയും അതിനെപ്പറ്റി എഴുതുകയും പഠിക്കുകയൊക്കെയാണ് എന്റെ ആഗ്രഹം. പിന്നെ സമ്മർ ക്ലാസ്സിന് വേണ്ടി ഫുട്ബോളിന് പോവുകയും ചെയ്യും. പുതിയ ശീലങ്ങൾ പഠിക്കണം. എന്റെ റൂം വൃത്തിയാക്കി വെക്കണം. നല്ല ഭംഗിയായിട്ട് വെക്കുകയും ചെയ്യണം. ഈ അവധിക്കാലത്ത് എനിക്ക് കീബോർഡും ഗിറ്റാറും പഠിക്കണമെന്നുണ്ട്. ഇതൊക്കെയാണ് എന്റെ അവധിക്കാലത്തെ ആഗ്രഹങ്ങൾ. കേരളത്തിലെ വേനൽക്കാലം മാമ്പഴം, ചക്ക, പൈനാപ്പിൾ തുടങ്ങിയ പഴങ്ങളുടെ രുചികളാൽ സമ്പന്നമാണ്. നമ്മുടെ നാടിന്റെ തനതായ രുചികൾ കുട്ടികൾക്ക് പകർന്നു നൽകാനും ആരോഗ്യകരമായ ഭക്ഷണ രീതിയിലേക്ക് അവരെ നയിക്കാനും ഈ അവധിക്കാലം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളുമായി മലയോര ഗ്രാമങ്ങൾ, ബീച്ചുകൾ, വന്യജീവി സങ്കേതങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രകൾ, ജൈവ വൈവിധ്യം, ഭൂമിശാസ്ത്രം, വ്യത്യസ്ത ജീവിത രീതികൾ എന്നിവയെക്കുറിച്ച് പഠിക്കാൻ കുട്ടികൾക്ക് അവസരം നൽകുന്നു. അവധിക്കാലത്ത് കുട്ടികൾ മൊബൈൽ ഫോണിനും സമൂഹ മാധ്യമങ്ങൾക്കും അടിമപ്പെടാനുള്ള സാധ്യത കൂടുതലാണെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് തടയുന്നതിന് 18 വയസ്സ് തികയാത്ത കുട്ടികൾ തനിയെ മൊബൈൽ ഉപയോഗിക്കുന്നില്ലെന്നും
രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ മാത്രം ഇന്റർനെറ്റ് സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നും ഉറപ്പാക്കേണ്ടതുണ്ട്. കമ്പ്യൂട്ടർ ഗെയിമുകൾക്കും കാർട്ടൂണുകൾക്കും വ്യക്തമായ സമയക്രമം നിശ്ചയിക്കുന്നത് സ്ക്രീൻ ടൈം കുറയ്ക്കാൻ സഹായിക്കും. ഡിജിറ്റൽ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുന്നതിനൊപ്പം അവരെ മണ്ണും പ്രകൃതിയുമായി ഇണങ്ങി വളരുന്നതിന് പ്രോത്സാഹനം നൽകാൻ ഈ അവധിക്കാലം വിനിയോഗിക്കാം. സുരക്ഷിതവും അർത്ഥപൂർണവുമായ ഒരു അവധിക്കാലം കുട്ടികൾക്ക് സമ്മാനിക്കാൻ മുതിർന്നവരുടെ ജാഗ്രത അനിവാര്യമാണ്. കുട്ടികളിലെ മൊബൈൽ ഫോൺ ഉപയോഗം നിയന്ത്രിക്കേണ്ടതിനെക്കുറിച്ച് സൈക്കോളജിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറും മുൻ ഹയർ സെക്കൻഡറി അധ്യാപികയുമായ ഡോക്ടർ സിന്ധു BK. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളുടെ മൊബൈൽ ഉപയോഗം ഒരു സാധാരണ ശീലം എന്നതിലുപരി ചിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസ്, മനഃശാസ്ത്രപരമായ ആശ്രിതത്വമായി മാറുന്നുവെന്നതാണ്. കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നത് വെറും വിനോദത്തിനായല്ല, അത് അവരുടെ കോമ്പൻസേഷൻ ഓഫ് ലോൺലിനെസ്, ബോറടിക്കൽ ഒഴിവാക്കൽ, ഉടൻ ലഭിക്കുന്ന സന്തോഷം, ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നിവയ്ക്കാണ്. അതുകൊണ്ട് മൊബൈൽ ഉപയോഗിക്കരുത് എന്ന ഒരു നിർദ്ദേശം മാത്രം മതിയാകില്ല. അതിനു പകരം കുട്ടികളുടെ മനസ്സിൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനെ ആരോഗ്യകരമായ രീതിയിൽ നിറവേറ്റുകയാണ് പ്രധാനം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് വീട്ടിൽ ക്ലിയർ ബൗണ്ടറീസ് ഉണ്ടാകണം. ദിവസത്തിൽ എത്ര സമയം മൊബൈൽ ഉപയോഗിക്കാം, ഏത് സമയത്ത് ഉപയോഗിക്കരുത്, എന്നാൽ അതും ഒരു നിയന്ത്രണമായി തോന്നാതെ ഒരു ഫാമിലി എഗ്രിമെൻ്റായി അവതരിപ്പിക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ സഹകരിക്കും. കുട്ടികൾക്ക് ഓൾട്ടർനേറ്റീവ് എൻഗേജ്മെൻറ്റ് നൽകണം. ഒരു കുട്ടി മുഴുവൻ സമയവും മൊബൈലിൽ ചിലവഴിക്കുന്നത് മറ്റൊന്നും ഇല്ലാത്തതിനാലാണ്. അതിനാൽ അവധിക്കാലം ഒരു വലിയ അവസരമാക്കി മാറ്റുക. കുട്ടികളെ ഔട്ട്ഡോർ കളികൾ, ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്, റീഡിംഗ് ഹാബിറ്റ്സ്, സ്കിൽ ലേണിംഗ് എന്നിവയിലേക്ക് നയിക്കാം. കുട്ടികൾക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നു എന്ന സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് ലഭിക്കുമ്പോൾ മൊബൈലിനോടുള്ള ആകർഷണം സ്വാഭാവികമായി കുറയും. ഇവിടെ മാതാപിതാക്കളുടെ പങ്ക് വളരെ നിർണായകമാണ്. കുട്ടികൾ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. നമ്മൾ തന്നെ എപ്പോഴും മൊബൈലിൽ മുഴുകിയിരിക്കുമ്പോൾ കുട്ടികളോട് നിയന്ത്രണം ആവശ്യപ്പെടുന്നത് ഫലപ്രദമാകില്ല. അതിനാൽ ക്വാളിറ്റി ഫാമിലി ടൈം, അതായത് അവരോടൊത്ത് രസകരമായ സംഭാഷണം, കൂട്ടായി കളിക്കൽ, ചെറിയ യാത്രകൾ, ഇവയെല്ലാം കുട്ടികളുടെ മാനസിക ബന്ധം, സൈക്കോളജിക്കൽ അറ്റാച്ച്മെൻറ്റ് ശക്തമാക്കും. കുട്ടികളുമായി ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. മൊബൈൽ ദോഷകരമാണ് എന്ന് പറയുന്നതിനു പകരം അതിൻ്റെ പ്രഭാവം, ഉറക്കം കുറയുന്നത്, ശ്രദ്ധ കുറയുന്നത്, മാനസിക അസ്വസ്ഥത, ഇവയെല്ലാം അവരുടെ ഭാഷയിൽ മനസ്സിലാക്കുമ്പോൾ അവർ സ്വയം നിയന്ത്രിക്കാൻ തുടങ്ങും. സ്കൂൾ അവധിക്കാലം ഫ്രീ ടൈം എന്നതിലുപരി ഒരു ജീവിത പാഠങ്ങൾ പഠിക്കുന്ന കാലം ആക്കണം. ചെറിയ ഉത്തരവാദിത്തങ്ങൾ നൽകുക, പുതിയ കഴിവുകൾ പഠിപ്പിക്കുക, പ്രകൃതിയോടടുപ്പിക്കുക, ഇതെല്ലാം കുട്ടികളിൽ വ്യക്തിത്വ വളർച്ചയ്ക്ക് സഹായിക്കും. മൊബൈൽ ഒഴിവാക്കുക എന്നതല്ല ലക്ഷ്യം. അതിനു പകരം കുട്ടികളുടെ ജീവിതം മീനിങ്ഫുൾ ആക്കുക എന്നതാകട്ടെ ലക്ഷ്യം. അവധിക്കാലത്ത് കുട്ടികളെ മാതൃഭാഷയിലേക്കും കേരളീയ സംസ്കാരത്തിലേക്കും മടക്കിക്കൊണ്ടുവരുന്നതിൽ ഭാഷാ പഠന ക്യാമ്പുകളും സാംസ്കാരിക കളരികളും വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പാഠപുസ്തകങ്ങൾക്കും പരീക്ഷകൾക്കും അപ്പുറം ഭാഷയെ ഒരു അനുഭവമായി കുട്ടികൾക്ക് പകർന്നു നൽകാൻ ഇത്തരം ഇടങ്ങൾക്ക് സാധിക്കുന്നു. കളികളിലൂടെയും പാട്ടുകളിലൂടെയും അക്ഷരങ്ങളുടെ ലോകം ലളിതമായി മനസ്സിലാക്കി നൽകുന്നതിനൊപ്പം മണലിൽ എഴുത്തും നാടൻ കലകളും പരിചയപ്പെടുത്താനും ഈ പഠനശാലകൾ ശ്രദ്ധിക്കുന്നു. കുട്ടികളിലെ സർഗാത്മകതയെ ഉണർത്തുന്ന നിരവധി ശില്പശാലകൾ സംഘടിപ്പിക്കാനും സാംസ്കാരിക തനിമ പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനുമാണ് ഇത്തരം കൂട്ടായ്മകൾ ലക്ഷ്യമിടുന്നത്. മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും ഡിജിറ്റൽ ലോകത്തു നിന്നും മാറി പ്രകൃതിയെയും കൃഷിയെയും അടുത്തറിയാനും മുതിർന്നവരോടും സഹപാഠികളോടും മാതൃഭാഷയിൽ സംവദിക്കാനും ഇത്തരം കളരികൾ അവസരമൊരുക്കുന്നു. കേരളത്തിന്റെ തനതായ ഭക്ഷണ രീതികളും പാരമ്പര്യങ്ങളും പരിചയപ്പെടുത്തുന്നതിലൂടെ സ്വന്തം വേരുകളുമായി കുട്ടികളെ ബന്ധിപ്പിക്കാൻ ഈ അവധിക്കാല പഠന കേന്ദ്രങ്ങൾക്ക് കഴിയുന്നു. അത്തരത്തിൽ കുട്ടികൾക്കായി പ്രവർത്തിക്കുന്ന സംരംഭമാണ് മലയാളം പള്ളിക്കൂടം. കുട്ടികളുടെ അവധിക്കാലം ഫലപ്രദമാക്കുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച്
മലയാളം പള്ളിക്കൂടത്തിന്റെ സെക്രട്ടറിയും അധ്യാപികയുമായ ഡോക്ടർ ജെസി നാരായണൻ ആകാശവാണി വാർത്തകളോട്. ഈ അവധിക്കാലത്ത് നമ്മള് ഒരു പ്രത്യേക തരത്തിലുള്ള ക്യാമ്പാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കൂടുതലും യാത്രകളാണ് ഉദ്ദേശിക്കുന്നത്, അതായത് പഠനയാത്രകൾ. പിന്നെ കുട്ടികൾക്ക് കൗതുകവും വിജ്ഞാനവും പകർന്നു നൽകുന്ന കാഴ്ചകൾ ഒരുക്കുന്ന യാത്രകളാണ്. അതിന്റെ കൂടെ ഭാഷാധിഷ്ഠിത യാത്രകളും കൂടിയാണ്. ഇപ്പൊ ഭാഷയെയും പ്രകൃതിയെയും മറ്റ് പൊതുവിജ്ഞാനത്തെയൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു ക്യാമ്പാണ് ഈ അവധിക്കാലത്തേക്ക് കുട്ടികൾക്കായി കരുതിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഈ യാത്രകൾ കൂടുതലും എന്ന് ചോദിച്ചാൽ, ഈ ഒരു അധ്യയന വർഷം മുഴുവൻ കുട്ടികൾ ബെഞ്ചിലിരുന്ന് പഠിക്കുകയാണ്. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ ഉല്ലസിക്കേണ്ടതും ബാല്യമാണല്ലോ കടന്നു പോകുന്നത്. ബാല്യത്തിൽ അവർക്ക് കിട്ടേണ്ട ആ കളിതമാശകളും ഒന്നും അവർക്ക് കിട്ടാതെ പോവാണ്. ചുരുക്കി പറഞ്ഞാല് ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന അറിവുകളേക്കാൾ ഒരു 10 ഇരട്ടിയെങ്കിലും കുട്ടികൾക്ക് ഈ അറിവുകൾ ആർജിക്കാനുള്ള ഒരു മാനസിക അവസ്ഥയും ഉണ്ടാവുന്നു. അവർക്ക് സ്ട്രെസ് ഇല്ലാതെ, അതായത് പിന്നെ മാനസിക സമ്മർദ്ദം ഒന്നുമില്ലാതെ, പഠന സമ്മർദ്ദം ഒന്നുമില്ലാതെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ, സമൂഹത്തെ മനസ്സിലാക്കാൻ, പ്രകൃതിയെ മനസ്സിലാക്കാൻ, കൃഷി, അതൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കുട്ടികൾ കുറെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ്. ചുരുക്കത്തിൽ കേരളത്തിലെ വേനൽക്കാല അവധി എന്ന് പറയുന്നത് സ്കൂളുകളിൽ നിന്നുള്ള ഒരു ഇടവേള എന്നതിനേക്കാൾ ഏറെ പ്രാധാന്യമുള്ളതാണ്. വളരുന്ന പ്രായത്തിൽ തന്നെ ബന്ധങ്ങളുടെയും സന്തോഷത്തിന്റെയും സ്വയം തിരിച്ചറിയലുകളുടെയും ഊഷ്മളമായ അനുഭവങ്ങളാണ് അവധിക്കാലം കുട്ടികൾക്ക് നൽകുന്നത്. പ്രകൃതിയുമായി കൂടുതൽ അടുക്കാനും തനതായ ഭക്ഷണങ്ങൾ ആസ്വദിക്കാനും പുതിയ കഴിവുകൾ പഠിക്കാനും അതുവഴി ബാല്യകാലത്തെ അർത്ഥവത്തായ രീതിയിൽ രൂപപ്പെടുത്താനും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയട്ടെ. പാരമ്പര്യത്തെ വിലമതിക്കാനും മുതിർന്നവരോടുള്ള ബഹുമാനം, സഹകരണം, സഹാനുഭൂതി തുടങ്ങിയ മൂല്യങ്ങൾ വളർത്തിയെടുക്കാനും ഈ അവധിക്കാലം വിനിയോഗിക്കപ്പെടട്ടെ. ഈ വേനൽ അവധിക്കാലത്ത് വിനോദത്തിന്റെയും പഠനത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ആധുനികതയുടെയും ഇടയിലുള്ള സന്തുലിതാവസ്ഥയുടെ പ്രാധാന്യം മനസ്സിലാക്കാൻ കുഞ്ഞുങ്ങളെ നമുക്ക് പ്രാപ്തരാക്കാം. ഈ 2 മാസക്കാലത്തിനു ശേഷം ശാരീരിക മാനസിക ഊർജ്ജസ്വലത വീണ്ടെടുത്ത് നവോന്മേഷത്തോടെയും ഉത്സാഹത്തോടെയും സ്കൂളിലേക്ക് മടങ്ങാൻ കുട്ടികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വേനലവധിയും കുട്ടികളും എന്ന വിഷയത്തിൽ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് സുധിൻ സൈനുദ്ദീൻ, കാർത്തിക വിശ്വംഭരൻ. അവതരണം അമൃത വൈശാഖ്.